സമാധാനത്തോടെ മോദി ഭരിക്കും എന്ന് കരുതണ്ട. ഈ സർക്കാരിനെ വലിച്ചു താഴെയിടും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഇന്ത്യ ഭരിക്കും. ഇതിങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയാണ്. ചുമ്മാ ബഡായി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല മമത. മമതയുടെ വാക്കുകളുടെ പ്രസക്തി ഇന്ത്യ നേരത്തെ കണ്ടതാണ്. പറയുന്നത് അത്രയും കാമ്പുള്ള സത്യങ്ങളായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യം രാജ്യം ഭരിക്കുമെന്ന് മമതയുടെ വാക്കുകൾക്ക് പ്രസക്തിയേറെയാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ BJPക്കെതിരെ മിന്നുന്ന വിജയമാണ് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് നേടിയത്. പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ മണ്ഡലത്തിൽ 29ലും വിജയിക്കാൻ മമതയുടെ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് BJPയെ പരിഹസിച്ചും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നും മമത ഉറപ്പിച്ചു പറയുന്നത്. സർക്കാരുകൾ ചില അപൂർവ ഘട്ടത്തിൽ ഒരു ദിവസം മാത്രമേ നിലനിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മമതയുടെ പരിഹാസം. നിലവിൽ പാർലമെന്റിലെ ഏറ്റവും വലിയ 4ാമത്തെ കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മമത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയായ ഈ പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരു ദിവസം മുമ്പ് ശനിയാഴ്ച നടന്ന തൃണമൂൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സംസാരിക്കുമ്പോഴായിരുന്നു മമതയുടെ ഈ പരാമർശങ്ങൾ. നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും NDA സർക്കാർ രൂപീകരിക്കുന്നതിനാൽ തന്റെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും മമത പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും ഇത്തവണ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു. 400 ലോക്സഭാ സീറ്റുകൾ സംസാരിച്ചവർക്ക് കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിഞ്ഞില്ല. ഈ തട്ടിക്കൂട്ട് സർക്കാർ 15 ദിവസമെങ്കിലും നിലനിൽക്കുമോ എന്ന് മമത ചോദ്യമുയർത്തുന്നു. മികച്ച പ്രകടനം നടത്തി പ്രതിപക്ഷ പോരാട്ടത്തിന് ശക്തി പകർന്ന കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK സഖ്യകക്ഷികൾക്ക് മമത പ്രത്യേകം നന്ദിയും പറഞ്ഞു. ഏതായാലും മമതയുടെ ഈ അവകാശവാദത്തെ NDA സർക്കാരിനെ ചുമ്മാതങ്ങ് തള്ളിക്കളയാനാവില്ല. മമത പറഞ്ഞതുപോലെ ഈ സർക്കാർ താഴെ വീഴുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.